ഇറാൻ കീഴടങ്ങണമെന്ന യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ പ്രതികരണവുമായി രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി. ഇറാനികൾ കീഴടങ്ങുന്നവരല്ലെന്ന് പറഞ്ഞ ഖമേനി ചരിത്രം അറിയുന്നവരും വിവേകമുള്ളവരും തങ്ങളെ ഭീഷണിപ്പെടുത്തില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് പറഞ്ഞു. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസ്താവനയിലാണ് ഖമേനി ഇക്കാര്യം അറിയിച്ചത്. ഇസ്രയേലുമായി സംഘർഷത്തിലേർപ്പെട്ട ശേഷം ഇത് രണ്ടാം തവണയാണ് ഖമേനി പൊതുപ്രസ്താവന നടത്തുന്നത്. സൈനിക നടപടിയുണ്ടായാൽ പരിഹരിക്കാനാകാത്ത നഷ്ടമുണ്ടാകുമെന്ന് അമേരിക്കയ്ക്ക് അറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിയൻ ജനത കീഴടങ്ങുന്നവരല്ല. അവരുടെ ഭാഗത്തുനിന്നുള്ള ഏതൊരു സൈനിക ഇടപെടലും പരിഹരിക്കാനാവാത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നും അമേരിക്കക്കാർ അറിയണം. ഇറാനെയും അവിടുത്തെ ജനങ്ങളെയും ചരിത്രത്തെയും കുറിച്ച് അറിവുള്ളവരും വിവേകമുള്ളവരും ഈ ജനതയുടെ ഭീഷണിയുടെ ഭാഷയിൽ സംസാരിക്കില്ലെന്നാണ് ഖമേനി മുന്നറിയിപ്പ് നൽകിയത്. ഏത് രൂപത്തിലുള്ള അടിച്ചേൽപ്പിക്കപ്പെടലിനും ഇറാൻ കീഴടങ്ങില്ല. ഇസ്രയേൽ ഗുരുതരമായ തെറ്റു ചെയ്തു. അതിന്റെ അനന്തരഫലങ്ങൾ അവർ നേരിടേണ്ടി വരുമെന്നും ഖമേനി കൂട്ടിച്ചേർത്തു. ഖമേനിയുടെ ഒളിയിടം അറിയാമെന്നും തൽക്കാലം അദ്ദേഹം അവിടെ സുരക്ഷിതമായിരിക്കട്ടെയെന്നും ഇപ്പോൾ വധിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ് നിരുപാധികം കീഴടങ്ങുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ സൈനിക നടപടികളിൽ നേരിട്ടിടപെട്ടാൽ കനത്ത മറുപടി അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അലി ബഹ്റൈനിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രയേലിന് നൽകുന്ന അതേ പ്രതികരണം ഞങ്ങൾ യുഎസിനും നൽകും. ഇറാൻ സൈന്യം ശക്തവും ഉചിതമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സംഘർഷത്തിൽ യുഎസിന്റെ ഇടപെടലിന്റെ തോത് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ പ്രതികരിക്കുമെന്നും ഇറാൻ പ്രതിനിധി പറഞ്ഞു. ഇറാൻ കീഴടങ്ങണമെന്ന യു.എസ്. പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു. സംഘർഷത്തിൽ അമേരിക്ക ഇടപെടൽ നടത്തുമെന്ന സൂചനകളും അദ്ദേഹം നടത്തുകയുണ്ടായി. ഇറാന്റെ ആകാശത്തിനു മേൽ തങ്ങൾക്ക് പൂർണ്ണവും സമ്പൂർണവുമായ നിയന്ത്രണമുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പശ്ചിമേഷ്യയിലെ ഏതൊരു അമേരിക്കൻ ഇടപെടലും പ്രദേശത്ത് പൂർണ്ണ യുദ്ധത്തിന് കാരണമാകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് പ്രതികരിക്കുകയുണ്ടായി. അത്യാധുനിക മിസൈൽ ഉപയോഗിച്ച ഇസ്രയേലിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ അമേരിക്കയ്ക്ക് ഒരു സന്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ടെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി കോറും അറിയിച്ചു. ചൊവ്വാഴ്ച രാത്രിയിൽ നടത്തിയ ഇസ്രയേലിന് നേരെയുള്ള മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി കോർ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത്. ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഉപയോഗിച്ച ഒന്നാം തലമുറ ഫത്ത മിസൈലുകൾ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധത്തെ ഭേദിക്കുകയും ടെലവിവിന്റെ യുദ്ധകൊതിയനായ സഖ്യകക്ഷിക്ക് ഇറാന്റെ ശക്തിയുടെ സന്ദേശം അയക്കുകയും ചെയ്തു. IRGCയുടെ പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു. അതേസമയം ഇറാൻ ആണവ പദ്ധതിയുടെ പ്രധാന കേന്ദ്രമായ ഫോർഡോ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തെയാണ് യുഎസ് ലക്ഷ്യമിടാൻ സാധ്യതയുള്ളതെന്ന് യുഎസ് പ്രതിരോധ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും സംഘർഷത്തിന് ശാശ്വത പര്യവസാനം വേണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുഎസിന് ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം യുഎസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇടപെടലുണ്ടായാൽ വൻ യുദ്ധമാകും ഫലമെന്ന് ഇറാൻ പ്രതികരിച്ചു. യുഎസ് ഇടപെടൽ മേഖലയെ വിശാല യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യ വക്താവ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.